പാര പണിതും ഇല്ല എന്ന് പറയുന്നതിനേക്കാളുപരി പ്രകടമായിട്ട് ഞാൻ ആവശ്യപ്പെടാതെ തന്നെ മമ്മൂക്കാടെ കാഴ്ച ഒരു പടത്തിലേ ഞാൻ അഭിനയിച്ചുള്ളൂ, ബ്ലെസ്സി സാറിൻ്റെ. ആ പടത്തിൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് പടം തോന്നുന്നു കാഴ്ച ബ്ലെസ്സി സാറിൻ്റെ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ അഭിനയിക്കുമ്പോൾ ഒരു ആ കുട്ടിയെ കളഞ്ഞു കിട്ടുമ്പോൾ ഒരു ഡയറക്ഷൻ ചാനലിന് വേണ്ടി ഇതുപോലെ വരുന്ന പോലെ ഒരു സീക്വൻസ് ആയിരുന്നു. അപ്പോൾ മമ്മൂക്ക വന്നു, മമ്മൂക്കയുടെ പോർഷൻ എടുക്കാം. മമ്മൂക്ക എന്താ ബഹളം എന്ന് പറഞ്ഞ് വീട്ടിൽ ബഹളം നോക്കുമ്പോൾ മമ്മൂക്ക പിടി തള്ളിയിട്ട് മാറോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഈ ഷൂട്ട് നടക്കുന്ന പോലെ അപ്പോൾ ഒരു 6 പോക്കറ്റ് ബാഗിയും മുടിയൊക്കെ ഇട്ട് സ്പെറ്റ്സ് ഒക്കെ വെച്ച് ടൈറ്റ് ടീഷർട്ടൊക്കെ ഇട്ടാൽ നിൽക്കുന്നത് ഫ്രീക്കാണ്. അപ്പോൾ ഇദ്ദേഹം എൻ്റെ ഷൂട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തള്ളരുത് പിടിക്കരുത് അയ്യോ മമ്മൂക്കയില്ല അങ്ങനൊന്നും എനിക്ക് പണ്ടും തോന്നത്തില്ല, ഇപ്പോഴും തോന്നത്തില്ല. നമ്മുടെ കാര്യങ്ങൾ ചെയ്തിട്ട് വരിക എന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹം അവിടെ പോയിരുന്നിട്ട് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ മുഖത്ത് നോക്കിയപ്പോൾ അദ്ദേഹം എന്നെ നോക്കുന്നത്. അപ്പോൾ ഒരാൾ നമ്മളെ ഇത്രയും വലിയൊരാൾ നമ്മളെ തന്നെ നോക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഒന്നും ചൂളത്തില്ലേ. ഞാനിങ്ങനെ മാറി, പിന്നെയും ഇത് നോക്കുന്നുണ്ടോ നോക്കിയപ്പോൾ ഇങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ അടുത്ത് നിന്നു. അപ്പോൾ ബഹുമാനമൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. അത് ആർട്ടിഫിഷ്യലായിട്ട് വരത്തില്ലെന്നേ ഉള്ളൂ, ഉള്ളിൽ ഭയങ്കര. അപ്പോൾ ഞാൻ എന്താ നമുക്ക് നിന്റെ പേരെന്താ, നീ ഏത് പടത്തിൽ അഭിനയിച്ചത്? അപ്പോൾ ഞാൻ ചേരൻ്റെ ഇന്ത്യൻ ലെവലിൽ ഭയങ്കര സൂപ്പർ ഡൂപ്പർ ഹിറ്റായ ഓട്ടോഗ്രാഫ് അഭിനയിച്ചു. അപ്പോൾ നമുക്ക് പറയാൻ ഗോപിയുടെ പേരായിട്ട് അഭിനയിച്ച, അപ്പോൾ പറയാനൊരു നല്ല ഒരു വലിയ സാധനം ചെയ്ത് വലിയ ഹിറ്റിന്റെ പറയാമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അത് പറഞ്ഞ് തെങ്കാശപ്പെടണമുണ്ട്. ഇപ്പോൾ ചേരൻ സാറിൻ്റെ ഇത് ചെയ്യുന്നു. അപ്പോൾ ഉടനെ ആ തലക്കിൽ പറയുന്നു, എടാ നീ പറഞ്ഞ പോലെ തന്നെ ഫ്രീക്കാണ് പയ്യൻ, ആ ക്യാരക്ടറിന് പറ്റും, നോക്ക് എന്ന് പറഞ്ഞു. മമ്മൂക്കയാണ് ഡയറക്ടർ റെക്കമെൻഡ് ചെയ്യുന്നത്, നമ്മൾ ആവശ്യപ്പെടാതെയാണ്. എന്നിട്ട് ഫോൺ കട്ട് ചെയ്ത് പറഞ്ഞു, നീ ലാൽ മീഡിയയിൽ ഇന്ന ദിവസം വന്നേക്കെന്ന് പറഞ്ഞു. എന്നിട്ട് പൊട്ടനായതുകൊണ്ട് ഞാൻ എനിക്ക് മമ്മൂക്കയുടെ നമ്പർ താന്ന് ചോദിക്കണ്ടേ, എന്നെ ഇങ്ങോട്ട് വിളിച്ചല്ലേ. കാരണം അന്ന് നമ്മുടെ ഈ മൊബൈലൊന്നും ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല, മൊബൈൽ വന്നില്ല, ഇവരുടെയിലൊക്കെ ഉള്ളൂ. നമ്പർ ചോദിച്ചില്ല, വാങ്ങിക്കാനുള്ള ഒരു അവസരം നഷ്ടപ്പെട്ടു. അങ്ങോട്ട് തിരിഞ്ഞ് വന്നപ്പോഴത്തേക്കാ കത്തിയത് ഈ നമ്പർ വാങ്ങി. ഇനി അപ്പം ഞാൻ ജോർജ് ഏട്ടൻ നിൽക്കുന്നത്, മാനേജർ പഴയ ദേവസ്വേട്ടൻ്റെ മോൻ മാനേജർ. ജോർജ് ഏട്ടൻ എനിക്ക് മമ്മൂക്ക് ഇങ്ങനെ പറഞ്ഞായിരുന്നു ആ നമ്പർ, നീ എൻ്റെ നമ്പർ എഴുതി, ഇതേ നമ്പർ എനിക്ക് കിട്ടി എന്തിനാ, അല്ല എന്തിനാന്നല്ല, വേണ്ടത് കിട്ടേണ്ടത് വാങ്ങിക്കാതെ നമ്മള് മണ്ടത്തരം കാണിച്ചു. പിന്നില്ല, ശരി ആ ഡേറ്റ് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ എല്ലാവരും ടൈമായി, എല്ലാവരും വന്നു കഴിയുമ്പോഴാണല്ലോ മെഗാ സൂപ്പർ എല്ലാം വരുന്നത്. വന്നു, മമ്മൂക്ക വന്നിറങ്ങി, എല്ലാം ഭയങ്കര ക്രൗഡുണ്ട്. ഡയറക്ടറെ അവിടെ കാണാനില്ല, എനിക്കൊന്ന് റൂമിലും കണ്ടായിരുന്നു. മമ്മൂക്ക ഇറങ്ങി വരുമ്പോൾ ഞാൻ വാതിൽക്ക് നിൽക്കണം ടിപ്പായിട്ട്. അപ്പോൾ എനിക്ക് അവിടെ ഈ പൂജയ്ക്കൊക്കെ പോകുമ്പോഴത്തേ നമ്മുടെ വണ്ടിയൊന്നുമില്ല. അപ്പോൾ ഒരു കൂട്ടുകാരൻ്റെ പറഞ്ഞ് അവൻ്റെ കാർ എടുത്ത് അവൻ പെട്രോൾ അടിച്ച് അവൻ എന്നെയും ചുമന്നുണ്ടാ പോയിരിക്കുന്നത്, ഓസിൻ്റെ ഉള്ള വണ്ടിയിലെ പോയിരിക്കുന്നത്, കാറിലേക്ക് സിനിമയുടെ പൂജ പോയപ്പോൾ മമ്മൂക്ക വന്നപ്പോഴത്തേക്ക് നീ കണ്ടോ ഡയറക്ടറെ കണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ലിക്കാന്ന് പറഞ്ഞു. നീ ഇവിടെ നിൽക്കി എന്ന് പറഞ്ഞ് പുള്ളി അകത്തോട്ട് പോയിട്ടൊരു 5-10 മിനിറ്റ് കഴിഞ്ഞ് പുള്ളി വന്നു. പുള്ളി വരുമ്പോൾ ചിരിച്ചോണ്ട് എൻ്റെ അടുത്ത് വരും, അല്ലെ എന്നോട് ചോദിച്ചിട്ടല്ലേ പോയത്, തിരിച്ച് എൻ്റെ അടുത്ത് മറുപടി പറയാൻ വരുമെന്നും പറഞ്ഞ് ഞാൻ നോക്കിയാൽ പുള്ളി എന്നെ വെട്ടിച്ച് മാറിപ്പോയിരിക്കുകയായിരുന്നു. പിന്നെ എൻ്റെ മുഖത്ത് നോക്കിയില്ല. അപ്പോഴെനിക്ക് മനസ്സിലായി അത് പാളിപ്പോയി, റോള് വേറെ ആർക്കോ കൊടുത്തിരിക്കുക, അല്ലെ ആ ഡയറക്ടർക്ക് എനിക്ക് നേരത്തെ അറിയാവുന്ന ഡയറക്ടറാണ് അദ്ദേഹം. അന്നത്തെ അത് കത്തി നിന്നൊരു തിരക്കഥാകൃത്തും ഡയറക്ടറും ഒക്കെയാണ്. അദ്ദേഹത്തിൻ്റെ ചാൻസ് ചോദിക്കാൻ പണ്ട് ഞാൻ പോകുമ്പോൾ ഞാൻ കൈയെടുത്ത് തൊഴുതപ്പോഴത്തേക്ക് പുള്ളി ഇങ്ങനെ മോഹൻ തിരിച്ച് പിന്നെ എന്നെ നോക്കും, പിന്നെയും ഞാൻ തൊഴുത് കാണിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മളെ അപമാനിക്കുന്ന പോലൊക്കെ ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരാളാണ്. ചിലർക്ക് നമ്മളെ കാണുമ്പോൾ രൂപം ജാടയുടെ ആയിരിക്കാം, നമ്മൾ ഉള്ളിൽ എത്ര പഞ്ചയാന്നുള്ളത് പ്രകടമാകുന്നില്ല, പ്രകടമാക്കി ഞാൻ കൊടുക്കുന്നുമില്ല. അപ്പോൾ ഇവൻ ജാടയാന്ന് ഒറ്റ നോട്ടത്തിൽ കിട്ടിയത് കൊണ്ട് അദ്ദേഹത്തിന് തോന്നിയതായിരിക്കാം ഒരു പക്ഷേ എന്നെ അന്ന് അപമാനിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെയാണ് മമ്മൂക്ക പോയി പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നടന്നില്ല. ഇതിനകത്ത് പോസിറ്റീവായിട്ട് ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ, ഒരാൾ പാര പണിതുകൊണ്ട് നമ്മുടെ വേഷങ്ങൾ പോയി എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഒരു എത്രയും മെഗാസ്റ്റാർ റെക്കമെൻഡ് ചെയ്തിട്ട് നടന്നില്ല എന്ന് പറയുന്നതും തിരിച്ചറിയേണ്ട കാര്യമില്ലേ. ഇതിനകത്ത് തീരുമാനിക്കുന്ന ഒരൊറ്റ ആളേ ഉള്ളൂ. അദ്ദേഹം തീരുമാനിച്ചാൽ എല്ലാം നടക്കും, തടയാൻ ആരുമില്ല. കിട്ടുന്നത് ആർക്കും തട്ടിപ്പറിക്കാനും പറ്റത്തില്ല, കിട്ടും. ഇതൊക്കെ ഈ സിനിമയിൽ നിന്ന് അല്ലെങ്കിൽ സീരിയലിൽ നിന്നൊക്കെ വിട്ട് നിൽക്കാനായിട്ടൊരു ഫാക്ടർ ആയിരിക്കില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ? അല്ല, തീർച്ചയായും ഇത് പ്രകൃതി ഒരുക്കുന്ന, ഭഗവാൻ ഒരുക്കുന്ന ഒരു കാര്യമാണല്ലോ. അതായത് ഇതിപ്പോൾ നമ്മൾ ഭാഗവതമൊക്കെ ഒരു പാരായണം ചെയ്യുന്നതുകൊണ്ട് പറയാം, അർത്ഥം വേണമെങ്കിൽ അർത്ഥം വന്നാൽ 16 അനർത്ഥം കൂടെ വരുമെന്നാണ് പറയാം. അർത്ഥം എന്ന് പറഞ്ഞാൽ പണമാണ്, ബാഹ്യമായ സമ്പത്ത് വരുമ്പോഴത്തേക്ക് ഒന്നുമില്ലാതിരിക്കുമ്പോൾ എന്തായിരിക്കും, നമ്മുടെ ചട്ടിയിൽ കഞ്ഞി കാണും, കുടിക്കും, അമൃതാണ്, ബിരിയാണിയെക്കാട്ടിലും ഗുണം ഉള്ളതാണ്. ഈ ഗുണമുള്ളത് പോയിട്ട് പിന്നെ ബിരിയാണി വരും, അതുണ്ടാക്കുന്നവനും വാങ്ങിക്കാൻ വരുന്നവനും സൗഹൃദങ്ങൾ വരും, പിന്നെ പ്രേമം വരും, പ്രേമിച്ചവനെ ഇങ്ങോട്ട് സൽക്കരിക്കാൻ ഒരുത്തം വരും, അവിടെ കൊണ്ട് കൊട്ടേഷൻ കൊടുക്കാൻ ഒരുത്തം വരും. പല 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 അനർത്ഥങ്ങൾ വന്നിട്ട് നമ്മൾ അതിലേക്ക് വ്യാപരിപ്പിക്കും. ഈ പണം നമ്മളെ ആത്മീയതയിൽ നിന്ന് ഏറ്റവും ദൂരത്തേക്ക് കൊണ്ടുപോകുന്നൊരു സാധനമാണ്. അപ്പോൾ
എന്നെ ഈ ലൗകികതയുടെ ഇത്രയും ശ്രേഷ്ഠൻ എന്ന് എല്ലാ ലോകങ്ങളും ഉറ്റുനോക്കുന്ന മെഗാ സൂപ്പർ നക്ഷത്രങ്ങളുടെ അകത്തേക്ക് ഈ തിയേറ്ററിനകത്ത് നിന്ന് എന്നെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഞാൻ കണ്ടതെല്ലാം വൈകൃതങ്ങളും വിരൂപതകളും നികൃഷ്ടതകളും പറ്റിക്കലുകളും പച്ചയ്ക്ക് എല്ലാവരും അങ്ങനെ ആണെന്നല്ല കേട്ടോ, എൻ്റെ അനുഭവം പറയുന്നത്. അപ്പോൾ ഇതെല്ലാം തിരിച്ചറിഞ്ഞ് നീ ഇങ്ങോട്ട് വാടാ, നീ വിളക്കത്ത് വാ, നിന്നെ എനിക്കാണ് വേണ്ടതെന്ന് ഭഗവാൻ പറയുന്നു, മുല്ലക്കലമ്മ പറയുന്നു എന്നാണ് ഞാൻ പോസിറ്റീവായിട്ട് എടുക്കുന്നത്. അതിനകത്ത് ആരെയും ഞാൻ കുറ്റം പറയുന്നില്ല. അതെല്ലാം എനിക്ക് കിട്ടിയ ക്ലാസ്, എനിക്ക് കിട്ടിയ ഗുരുമുഖത്ത് നിന്ന് കിട്ടിയ ദക്ഷിണ അല്ല പാഠം പോലെ ഞാനത് സ്വീകരിക്കുന്നേ ഉള്ളൂ. അവരൊക്കെ അവരവരുടേതായ രീതിയിൽ ജീവിച്ചോട്ടെ, അനുഭവിച്ചോട്ടെ, ഒന്നും എൻ്റെ വിഷയമല്ല. ഈ പല അനുഭവങ്ങളും പറയുമ്പോഴേ ഇപ്പം നമ്മുടെ ലൈഫിൽ ഓർക്കുമ്പോൾ ഭയങ്കര ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവില്ല, അതെന്തായിരിക്കും? ഈ ഫീൽഡിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു ട്രോമ എന്തായിരിക്കും ശരിക്കും? അല്ല, ട്രോമ എന്ന് പറയാനായിട്ട് നേരത്തെയൊക്കെ നമ്മൾ ചെറിയ പ്രായത്തിൽ ഒന്നാമത്തെ കാര്യമേ, ഇപ്പോഴത്തെ പിള്ളേർ അപ്പൻ്റെ ഇത് പോക്കറ്റ് മണി വാങ്ങിച്ചിട്ട് വെൽ ഡ്രസ്സിൽ വലിയ ഷൂട്ടിംഗ് നടക്കുന്ന ലൊക്കേഷൻ്റെ അപ്പുറത്തെ ലോഡ്ജ് വലിയ ഹോട്ടലിൽ പോയി താമസിച്ച് അവിടെ ട്രൈ ചെയ്യുന്ന പോലെ അല്ല. വണ്ടിക്കൂലി ഇല്ലാതെ കുടുംബ വാടക കൊടുക്കണം, പിള്ളേരുടെ പഠിത്തം നോക്കണം, പ്രാരബ്ധം, നല്ല ആഹാരമില്ല, 500 രൂപ ഒപ്പിച്ചുകൊണ്ട് പൊള്ളാച്ചി വരെ പോകുമ്പോൾ സോഡാരങ്ങ കുടിക്കാൻ കാശില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് പോകുന്നത് ചെറുപ്പമില്ലേ. വിശന്ന് വലഞ്ഞ് അടുത്തൊരു ചാൻസ് ചോദിക്കാൻ പോകുന്നതും ആ കിട്ടിയത് ചെയ്യാൻ പോകുന്നതും അത് ചെയ്തു കഴിയുമ്പോൾ ആ 50,000 എഴുതിയെടുത്ത കൺട്രോളർ 500 രൂപ വണ്ടിക്കൂലി തന്നു വിടുന്നതൊക്കെ നമുക്ക് ട്രോമയാണ്. ഭയങ്കര സ്വയം കുത്തിച്ചാകാനോ ആ ചെയ്തവനെ കുത്തിക്കൊല്ലാനോ തോന്നിപ്പിക്കുന്ന ഒരു മാനസികാവസ്ഥയില്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിനെ മെരുക്കപ്പെട്ട് കുടുംബത്തെ ഓർത്തോ ദൈവത്തെ വിചാരിച്ചോ ഇങ്ങനെ വന്നില്ലെങ്കിൽ ഇതിനൊക്കെ പ്രതികരിച്ച് വെട്ടിക്കൊല്ലുന്നൊരു തീവ്രവാദിയായി പോകത്തില്ലേ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ശരിക്കും അത്രത്തോളം നമ്മളെ സ്വയം അടിച്ചമർത്തി അത്രത്തോളം ഓപ്പോസിറ്റ് ക്രിയകൾ കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്നുണ്ട്. ഇതൊന്നും അല്ല, പറയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആരോടും പറയാൻ പാടില്ല, മീഡിയയോടും പറയാൻ പാടില്ല, വ്യക്തികളെയും പേരെടുത്ത് പറയാൻ പാടില്ല. അവരിന്ന് വേറൊരു അവസ്ഥയിലും ഒരുപാട് ബന്ധുവലയങ്ങളിലും വേറൊരു സ്വർഗീയമായ ജീവിതത്തിൽ ഇരിക്കുമ്പോൾ നമ്മളൊരു പേര് പറഞ്ഞൊരു കരടെടുത്തിട്ടതുപോലെ നാറ്റിക്കുന്നതും അപമാനിക്കുന്നതും തെറ്റാന്നറിയാവുന്നതുകൊണ്ടാണ്. നമ്മുടെ കർമ്മഫലം നമ്മൾ അനുഭവിച്ചു, അവർ ചെയ്തു, അവർ അതിൻ്റെ റിയാക്ട് അതിന് തിരിച്ച് പ്രതിഫലം അവർ അനുഭവിക്കുന്നുണ്ടെങ്കിൽ പ്രകൃതിയാൽ ദൈവം കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കട്ടെ. പലതും ഞാൻ കാണുന്നുണ്ട്, കണ്ണുമുമ്പിൽ അത് തെളിവായിട്ട് വരുന്നുണ്ട്. നമുക്കതിൽ പങ്കില്ല. ഇപ്പോൾ ചോദിച്ച ട്രോമ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ മറക്കാൻ പറ്റാന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞതൊക്കെ ഓർക്കുമ്പോൾ എനിക്കിപ്പോഴും എൻ്റെ ശബ്ദമോ എൻ്റെ എക്സ്പ്രഷനോ എൻ്റെ കൈ ചലനങ്ങളോ കാണുമ്പോൾ അറിയാതെ എത്രത്തോളം ഇന്നും അത് പറയുമ്പോൾ പ്രതിഫലിക്കുന്നു എന്നുള്ളത്. കേൾക്കുന്നവർക്ക് അത് എത്ര സിമ്പിളാണെന്ന് എനിക്കറിയില്ല, അനുഭവിച്ചവർക്ക് അതൊരു ഭീകരതയാണ്, മാനസികമായ ഒരു കൊലപാതകമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഇത്രയും ടയർഡായിട്ട് അടുത്ത് പോയിരിക്കുമ്പോൾ നമ്മുടെ ചിന്ത ഇപ്പം ഞാൻ പോറ്റുന്നൊരു ഒരുപാട് റിയാലിറ്റി ഞാൻ പറയാം. ഒരു സുന്ദരിയായ ഒരു ചെറുപ്പക്കാരിയായ ഒരു പെങ്ങളെ, ഭർത്താവ് മരിച്ചൊരു പെങ്ങളെ വീട്ടിയിട്ടിട്ടാണ് ഞാൻ പോകുന്നത് അല്ലേ. അവളുടെ ആരെങ്കിലും മിസ്യൂസ് ചെയ്യാനായിട്ട് വരുന്നതോ അല്ലെങ്കിൽ അവളുടെ കുഞ്ഞിന് വയറിളക്കം പിടിച്ചാലോ ഒക്കെ ഞാൻ ആ പൊള്ളാച്ചി ഇരുന്നിട്ടും എനിക്ക് വയറിളകത്തില്ലേ? എൻ്റെ മെൻ്റലി അത് ഇളകത്തില്ലേ? ഞാനൊരു കുടുംബനാഥനല്ലേ. ഇത്രയും പ്രശ്നങ്ങളെ താണ്ടി നമ്മൾ ചിരിക്കുകയോ പാട്ടുപാടുകയോ അഭിനയിക്കുകയോ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഇടയിൽ അവിടെയുള്ള വൈകൃതങ്ങൾ കൂടെ ഓർക്കണം. ഇതിനെയും താണ്ടി നമ്മൾ അവിടെ നിൽക്കുമ്പോൾ ഒന്ന് ക്ഷീണിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും വഴി ക്യാമറമാൻ പോയത്, ഞാൻ കണ്ടില്ല, അയാൾക്കത് വലിയ പ്രശ്നം.